നമ്മൾ ടൂർ കഴിഞ്ഞിട്ട് അവിടെ വന്ന് എന്നിട്ട് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതേ കേശു പറഞ്ഞ പോലെ ഞങ്ങളൊരു ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. മൂകാംബികയിൽ ആമിക്കുട്ടിനെ എഴുത്തിനെത്തിക്കാൻ പോയി. എന്നിട്ട് ഉടുപ്പി, സെൻറ്റ് മേരീസ് ഐലൻഡ്, മാൽപ്പേ ബീച്ച്, പിന്നെ കുടക് ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ യാത്രയായിരുന്നു. അത് കഴിഞ്ഞ് വന്നു. അവിടുന്ന് ഷോപ്പ് ചെയ്ത ഐറ്റംസൊക്കെ അത് ഞങ്ങളുടെ കുറച്ച്, അതിലെല്ലാ ഐറ്റംസൊന്നും ഇല്ല, അതിൽ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ കട്ടിലേ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതിനെ എല്ലാം ബാഗിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അൺപാക്ക് ചെയ്തതേ ഉള്ളൂ. ഇതെല്ലാം ഇനിയൊന്നും കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ ഉടുപ്പിൽ നിന്നൊക്കെ മേടിച്ചതെന്നുള്ള ഒരു ഷോപ്പ് ചെയ്തപ്പോൾ ഞങ്ങളങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഷോപ്പിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനിയും എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചത് നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണാം. വാട്ടർ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇത് എനിക്കാ. പിന്നെ ഇത് ആമിക്കുട്ടി ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ് ഈ ജൂൺ തൊട്ട്. അതുകൊണ്ട് ബേബിക്കും കൂടെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ച്. ഇത് ആമിക്കുട്ടിക്കായിട്ട് മേടിച്ച ഒരു വാട്ടർ ബോട്ടിൽ. ആമിക്കുട്ടി നഴ്സറി വിടാമെന്നൊരു പ്ലാനാണ്. ഈ വർഷം തൊട്ട് ജൂൺ തൊട്ട് നഴ്സറി സ്കൂളിലൊന്ന് ഒരു പ്ലേ സ്കൂളിലൊന്ന് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു വാട്ടർ ബോട്ടിൽ എന്തായാലും വെള്ളം കൊണ്ടുവേണ്ടി വരുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. ഒരു സ്റ്റീലിൻ്റെ ഒരു ചെറിയ വാട്ടർ ബോട്ടിലാണ്. ഇതിന് വലിയ വിലയൊന്നും ആയിട്ടില്ല. 129 റുപ്പീസേ ഉള്ളൂ. പക്ഷേ സ്റ്റീലാണ്. അത്യാവശ്യം കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വെയ്റ്റ്ലെസ് വാട്ടർ ബോട്ടിലാണ്. ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി പാടായിട്ട് തോന്നും. പക്ഷേ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇത് കിട്ടും. അതിനുശേഷം പെട്ടെന്ന് സിപ്പറിന് കിട്ടിയില്ല. സിപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇതിനെ കുട്ടികൾക്ക് തന്നെ ക്ലോസ് ചെയ്തേക്കാം. ആമിക്കുട്ടികൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യിച്ചിട്ട് മേടിച്ചാണ്. സോഫ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അത്യാവശ്യം ഒത്തിരി വലിപ്പവുമില്ല, എന്നാൽ അത്യാവശ്യം ഒരു കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള വെള്ളം ഫില്ല് ചെയ്യാനും പറ്റും. വെയ്റ്റ്ലെസ്സുമാണ്. അപ്പോൾ ഇതാണ് ആമിക്കുട്ടൻ്റെ വാട്ടർ ബോട്ടിൽ. പിന്നെ കേശുമോൻ ഇച്ചിരി അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കും. അവർ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ 2 വാട്ടർ ബോട്ടിലായിരുന്നു വെള്ളം കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് ഇച്ചിരി ചെറുതാണ്, അതിലവന് പറ്റുന്നില്ല, ഉച്ചകൊണ്ട് വെള്ളം തീർന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഇപ്രാവശ്യം ഇച്ചിരി കൂടെ വലിയൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. ഇതാണെങ്കിലും ഇതിൻ്റെ ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഉൾവശം സ്റ്റീലാണ് അല്ലേ, സ്റ്റീലാണ്. ഇങ്ങനെ തുറക്കുന്ന ഒരു വാട്ടർ ബോട്ടിലാണ്. ഇതിന് വലിയ വിലയില്ല. ഇത്രയും വലിയ വാട്ടർ ബോട്ടിലാണെങ്കിലും 129 റുപ്പീസേ ഉള്ളൂ ഈ വാട്ടർ ബോട്ടിലിനും. ഹോട്ടും കോൾഡും ഒക്കെ സേവ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മേടിച്ച വാട്ടർ ബോട്ടിലുണ്ട്, ഒരു ബ്ലാക്ക് വാട്ടർ ബോട്ടിൽ. അതും ഇങ്ങനെ നമ്മൾ വെളിയിൽ ബാംഗ്ലൂർ ട്രിപ്പ് പോയപ്പം അവിടെ നിന്ന് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു. ഇതും അവിടെ നിന്ന് തന്നെ മേടിച്ചാണ് ഇപ്രാവശ്യം ഉടുപ്പിയിലുള്ള. അപ്പം ഇതും അങ്ങനെ സേവ് ചെയ്യുന്നു. അത് എന്ന് വെച്ചാൽ ഹോട്ടായിട്ടിരിക്കും, കോൾഡായിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേശുവിൻ്റെ വാട്ടർ ബോട്ടിൽ. 2 വാട്ടർ ബോട്ടിലും സെയിം പ്രൈസ്, പക്ഷേ ഡിഫറൻറ്റ് സൈസ്. അപ്പം വാട്ടർ ബോട്ടിൽ. ഇനി അടുത്തായിട്ട് കേശുവിൻ ഒരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവന് സ്പൈഡർമാനോടായിരുന്നു ക്രേസി. ഇപ്രാവശ്യം അവന് ബസ്സിൻ്റെ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് കറക്റ്റായിട്ട് പോയപ്പോൾ തന്നെ എനിക്ക് ബസ്സിൻ്റെ വേണം, ഡബിൾ 2 ഇങ്ങനെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഡബിൾ ഡെക്കർ ബസ് പോലെ 2 രീതി, മേളിലും തുറക്കാം താഴെയും തുറക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ ഷാർപ്പനറും ഉണ്ടല്ലേ, പെൻസിൽ ഷാർപ്പനറും ഉണ്ട്. വേസ്റ്റ് അടിയിൽ ഇങ്ങനെ വന്ന് കളക്റ്റ് ആകും. ഇത് തുറന്നിട്ട് നമുക്കിങ്ങനെ കളഞ്ഞാൽ മതി. ഇത് മെറ്റീരിയൽ ഏതാ, പ്ലാസ്റ്റിക് ആണോ അതോ മെറ്റലാണ് മെറ്റീരിയൽ? അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഒന്നും കൂടെ. ഡബിൾ ഡെക്കറായിട്ട് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസാണ് ഇപ്പം. അപ്പോൾ മേളിൽ നമുക്ക് അത്യാവശ്യം കണ്ടു, അവിടെ മേളിൽ പെൻസിലും ഇതൊക്കെ വെക്കാൻ തന്നെ മേളിൽ തന്നെ 2 സെക്ഷനായിട്ടുണ്ട്. താഴെയും ഓപ്പൺ ചെയ്ത് ഇത്രയും നല്ലൊരു അത്യാവശ്യം സൈസുള്ളൊരു സെക്ഷൻ കിട്ടുന്നുണ്ട്. 189 റുപ്പീസാണ് ഇതിൻ്റെ വില. നല്ലൊരു കുറേ നാളായിട്ട് പറയുന്നതാണ് ബസ്സിൻ്റെ വേണമെന്ന്, കുറേ വെറുതെയൊക്കെ കാണുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും സ്പൈഡർമാനോടായിരുന്നു ക്രേസ്. പിന്നെ ആരുടെയൊക്കെ കണ്ടിട്ട് ഇത് ഈ ബസ് കയറി പറ്റി. അപ്പം ഇത് എന്തായാലും ഇപ്രാവശ്യം അത് കിട്ടി. കറക്റ്റ് ചെന്നപ്പം തന്നെ അവനത് കിട്ടി. അപ്പോൾ അത് എടുത്തു. ഇനി അടുത്ത് എന്താ, ഇത് ആമിക്കുട്ടന് മേടിച്ച. ആമിക്കുട്ടൻ എന്തായാലും പ്ലേ സ്കൂളിലൊക്കെ പോയി തുടങ്ങുവാണെങ്കിൽ സ്നാക്സ് കൊണ്ടുപോകേണ്ടി വരും. ലഞ്ചൊന്നും കൊണ്ടുപോയില്ലെങ്കിലും സ്നാക്സ് കൊണ്ടുപോകണമായിരിക്കും. കേശുവൊക്കെ പ്ലേ സ്കൂളിൽ പോയപ്പോൾ സ്നാക്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി മേടിച്ചതാണ്. മിക്കിയുടെയാണ്. 299 റുപ്പീസാണ് ഇതിന്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ് കേട്ടോ. അപ്പം നമുക്ക് കുട്ടികൾക്ക് സേഫായിട്ട് കൊടുത്തുവിടാം. എനിക്ക് പ്ലാസ്റ്റിക്കിനോട് അത്ര താല്പര്യമില്ല. വെളിയിൽ നിന്ന് പ്ലാസ്റ്റിക്കായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ സ്റ്റീലാണ്. പിന്നെ നമ്മൾ സ്നാക്സ് ആയതുകൊണ്ട് ഒത്തിരി ഹോട്ടായിട്ട് ഒന്നും കൊടുത്തു വിടത്തില്ല. എന്തെങ്കിലും ഫ്രൂട്ട് കട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ലൈറ്റ് സ്നാക്സ് ആയിരിക്കും. എന്നാലും സ്റ്റീലിൻ്റെ തന്നെ വാങ്ങി. ഇനി കേശുവിൻ്റെ സ്കൂളിൽ സ്ട്രിക്റ്റാണ്. പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സും ബോട്ടിൽസും ഒന്നും യൂസ് ചെയ്യരുത്. കഴിഞ്ഞ പ്രാവശ്യം തൊട്ടേ അവനങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്റിക്കിനെ ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ പുറത്തുകൂടെ ഇതുപോലെ കവറിങ്ങുള്ള, പാമിക്കൊണ്ട് കാണിച്ചിട്ട് കവറിങ്ങുള്ള പ്ലാസ്റ്റിക് കവറിങ്ങുള്ള ബോക്സസ് ആയിരുന്നു, ടിഫിൻ ബോക്സ്. ഇപ്രാവശ്യം നല്ല സ്റ്റീലിൻ്റെ തന്നെ ഒരെണ്ണം കിട്ടി. ഇതെനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ചെയ്തു. കാരണം നല്ല ഒതുങ്ങിയൊരു സ്റ്റീലിൻ്റെയാണ്. പിന്നെ 2 പാർട്ടായിട്ടാണ്. ഇതിന് 2 കമ്പാർട്ട്മെൻറ്റ് പോലെയുണ്ട്. മേളിൽ
ഇതാ താഴെ നമുക്ക് ചോറാണ് കൊണ്ടുപോകുന്നെങ്കിൽ ചോറോ ദോശയാണ്, അവൻ ദോശയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അത് താഴെ വെച്ചിട്ട് മേളിൽ നമുക്ക് കറി വെക്കാനുള്ള ഒരു സെപ്പറേറ്റ് ഉണ്ട്. സാധാരണ ഞാൻ ഇങ്ങനത്തെ മോഡലൊക്കെ കണ്ടേക്കുന്നത് ഇങ്ങനെ സിംഗിൾ ലെയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്നാക്സ് പിന്നെ കറിയൊക്കെ വെക്കാം, പിന്നെ സെപ്പറേറ്റ് ഒരെണ്ണം എടുക്കണം. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും കറക്റ്റായിട്ട് ഡബിൾ ഡെക്കർ ഉള്ള ഒരു സാധനം കിട്ടി. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ എന്താണ് നമ്മൾ കൊണ്ടുപോകുന്ന ആ സാധനം നമ്മുടെ കറിയും വെച്ചിട്ട് ഇത് അടയ്ക്കാനും പറ്റും. ചില സ്റ്റീലിൻ്റെയൊക്കെ ഇങ്ങനെ ടിഫിൻ ബോക്സ് കുട്ടികൾക്ക് തുറക്കാനും അടയ്ക്കാനും നല്ല പാടാണ്. പക്ഷേ ഇത് ഞാൻ അവനെ കൊണ്ട് തുറന്നും അടച്ച് നോക്കിയിട്ടാണ് മേടിച്ചത്. അവന് നല്ല ആവശ്യത്തിന് തുറക്കാനും അടയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പം ഇതാണ് 349 റുപ്പീസാണ്. അതിന് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഞാൻ വിലയൊന്നും നോക്കില്ല. 349 ആണെങ്കിൽ എനിക്ക് അത്ര കൂടുതലെല്ലാം തോന്നുന്നു, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. അപ്പം അത് വാങ്ങിച്ചു. അതാണ് കേശുവിൻ്റെ ടിഫിൻ ബോക്സ്. പിന്നെ സ്കൂൾ തുറപ്പാണല്ലോ ആസ് യൂഷ്വൽ. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരമാണ് മെസ്സി. മെസ്സിയുടെ തന്നെ കറക്റ്റായിട്ട് ഇത് എന്താ ഷാർപ്നർ സെറ്റാണ്, ഷാർപ്നർ അല്ല എറൈസർ സെറ്റാണ്. ഒരു ഫുട്ബോളുണ്ട്, ജേഴ്സി ഉണ്ട്, അതുപോലെ ബൂട്ടും ഉണ്ട്, എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് കിട്ടി. മെസ്സിയുടെ തന്നൊരു എന്താ കിട്ടിയത്, സോറി ജേഴ്സി മെസ്സിക്ക് തെറ്റിപ്പോയി കേട്ടോ. മെസ്സിയും കൂടെ മെസ്സി ഫാന് മെസ്സിയുടെ തന്നെ ഐറ്റംസൊക്കെ ഉള്ള ഒരു റൈസർ കിട്ടി. ഈ റൈസർ ഒന്നും ഉപയോഗിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഇത് വാങ്ങിച്ചു. ഇവർക്കിപ്പോൾ ഒത്തിരി സാധനങ്ങൾ സ്റ്റിക്ക് ചെയ്തുകൊണ്ടൊക്കെ പോകേണ്ടി വരില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫെവി സ്റ്റിക്ക് വാങ്ങി. ഫെവി സ്റ്റിക്ക് ഒത്തിരി കൂടി ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിങ്ങനെ ഒരു കറുത്ത പോലെ ആയിപ്പോവും. പുതിയതായിട്ടൊരു ഫെവി സ്റ്റിക്ക് വാങ്ങിച്ചു. പിന്നെ ഇവർക്ക് 5th സ്റ്റാൻഡേർഡ് വരെ പെൻസിൽ കൊണ്ടാണ് എഴുതുന്നത്. പെന്നൊന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഡാർക്കായിട്ടുള്ള 2 അപ്സരയുടെ 2 പാക്കറ്റ് പെൻസിലും വാങ്ങിച്ചു. പിന്നെ ഇത് വാങ്ങിച്ചേക്കുന്ന ആമിക്കുട്ടിക്കാണ്. ആമിക്കുട്ടിക്ക് ചുമ്മാ ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. എന്നാലും അവർക്ക് ഞങ്ങൾ സ്കെച്ച് പെൻ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. ക്രയോൺസൊക്കെയാണ് കേശുവിൻ്റെ ഒത്തിരി കിടപ്പുണ്ട്. എന്നാലും അവർക്ക് ചിലതൊക്കെ കേശു സ്കെച്ച് പെന്നൊക്കെ കേശുവിൻ്റെ എടുക്കാൻ നേരത്തെ അവന് ഓടിച്ചു വിടും. അപ്പോൾ അതുകൊണ്ട് അവൾക്കായിട്ട് അവൾ പറഞ്ഞിട്ട് അവൾക്ക് ഇത് കണ്ടപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെറ്റ് എടുത്ത്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. കുറേ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. സ്കെച്ച് പെന്നുണ്ട്, പെയിൻ്റ് ഉണ്ട്, എന്താ ഇതൊക്കെ മറ്റേ നമ്മുടെ കളർ പെയിൻ്റ് ഉണ്ട്, അതുപോലെ കളർ പെൻസിലുണ്ട്, എറൈസർ വാട്ടർ കളറാണ്. ഇത് വാട്ടർ കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ ബ്രഷ് വെച്ച് അടിക്കും, അതിനുള്ള ബ്രഷുണ്ട്. പിന്നെ ഇത് എറൈസർ, ഒരു വീലിൻ്റെ മോഡൽ എറൈസറുണ്ട്. 200 റുപ്പീസ് ഡോംസിൻ്റെ ഒരു സെറ്റ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം അവർക്ക് കുറച്ച് നാൾ ഉപയോഗിക്കും. ഇനി അതിൽ ഡ്രോയിങ് ബുക്ക് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. ഡ്രോയിങ് ബുക്കും ഉണ്ട്, ഒരു പെൻസിലുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടി ഉറങ്ങുവാണെങ്കിൽ വന്ന പാടെ ഉറങ്ങും. അപ്പം പൊട്ടിച്ച് കഴിഞ്ഞാൽ നാളെ വന്നിട്ട് അയ്യോ പൊട്ടിച്ചോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കുന്നില്ല. അടുത്തായിട്ട് ബാഗ്, സ്കൂൾ ബാഗ്. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സ്റ്റാൻഡേർഡ് വെച്ച് നമുക്ക് 2 ബാഗ് യൂസ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയപ്പം ആണെന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ പർച്ചേസൊക്കെ ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നേ. ബാംഗ്ലൂർ ട്രിപ്പിന് പക്ഷേ അന്ന് സ്കൂൾ ബാഗ് മേടിച്ചപ്പോൾ ഭയങ്കര നല്ലതാണെന്ന് തോന്നിയിട്ടൊരു ബാഗ് മേടിച്ചു. പക്ഷേ അതിന് വില കുറവായിരുന്നു. പക്ഷേ അവൻ അന്നേരം കാർട്ടൂൺ ഒന്നും വേണ്ട, എനിക്ക് കാർട്ടൂൺ ഇല്ലാത്ത ബാഗ് മതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ അത് കാർട്ടൂൺ ഉള്ളതൊക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. അപ്പോൾ കാർട്ടൂൺ ഇല്ലാത്തൊരു ബാഗ് മതി എന്ന് മേടിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് 2 മാസത്തിനുള്ളിൽ തന്നെ കീറിപ്പോയി കേട്ടോ. അതിനത്ര വിലയില്ലായിരുന്നു, എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒത്തിരി വില കൊടുത്ത് വാങ്ങിച്ചിട്ട് കീറിപ്പോയതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ വർഷം തന്നെ പിന്നെ ഞങ്ങൾ ഓണത്തിനൊന്നും തൃച്ചി ട്രിപ്പ് പോയപ്പം സ്കൈ ബാഗിൻ്റെ അല്ല നല്ലൊരു ബാഗ് വാങ്ങിച്ചു കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും നല്ലോണം ഇരിപ്പുണ്ട്. ഏകദേശം ഒരു 8 മാസം യൂസ് ചെയ്തോളാം, മറ്റേ 2 മാസം യൂസ് ചെയ്തു. അപ്പോൾ അവൻ ഇപ്രാവശ്യം എന്തായാലും പുതിയ ബാഗ് വേണമെന്ന് പറഞ്ഞേക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2 ബാഗ് മേടിച്ചുകൊണ്ട് അതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗൊക്കെ പോയി കൊണ്ടുവന്നു. ഇത് ആദ്യം ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ച ബാഗ്. ഇതാണ് കീറി എന്ന് പറഞ്ഞാൽ വലിയ കീരിലൊന്നുമില്ല, എന്തൊരു ചെറിയ കീരിൽ. ഇത് സെക്കൻഡ് പിന്നെ സ്കൈ ബാഗ്. അതിപ്പോഴും നല്ല പുതിയതുപോലെ ഇരിപ്പുണ്ട്. എന്നാലും അവന് വേറെ ബാഗ് വേണമെന്ന് പറഞ്ഞ് എന്നാൽ മേടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം ഒരു നല്ല ബാഗ് മേടിച്ചു. ഇത് സഫാരിയുടെ ബാഗാണ്, സഫാരിയുടെ ഒറിജിനൽ ബാഗാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 799. ഒറിജിനൽ പ്രൈസ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 2854 ആണ്. ഞങ്ങൾക്കൊരു ഓഫറിൽ കൂടെ ഒരു 799 കിട്ടി. നല്ലൊരു ബാഗ് കേട്ടോ. അവനാണെങ്കിൽ ഇഷ്ടപ്പെട്ട കാർ, അവൻ്റെ മസിലിന് എന്തൊക്കെയാണ് പറയുന്നത്, കാറിൻ്റെ ഒരു ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാർ. ഇത് ബാക്കിൽ സപ്പോർട്ടൊക്കെ ഉണ്ട്, ഈ ബാഗിൻ്റെ ബാക്ക് സപ്പോർട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ബാഗാണ്. സഫാരി എന്നൊക്കെ എല്ലായിടത്തും ലേബലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ വാറൻറ്റി ഉണ്ട്, ഒരു വാറൻറ്റിയൊക്കെ നമുക്ക് സൈൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് വാറൻറ്റി നമുക്ക് ഓൾ ഇന്ത്യ വാറൻറ്റി ഇതൊക്കെ ഉള്ളതാണ്, സർവീസസൊക്കെ ഉള്ളതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കിത് ഈ ടാഗ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. എത്ര വർഷം 12 മന്ത്സ് വാറൻറ്റി ഉള്ളതാണ് ഇതിന്. അപ്പോൾ ഇതാണ് ബാഗ്. നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കും പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാരണം ഈ പിള്ളേർ സ്കൂൾ ബാഗിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് വലിച്ച് വാരി വെക്കുമ്പോൾ ചിലപ്പം അഴുക്കൊക്കെ പറ്റും. ലൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച് 2 ലൈറ്റ് കളർ, പ്രാവശ്യം ഒരു ഡാർക്ക് കളർ എടുത്തു.
പിന്നെ ആമിക്കുട്ടൻ പ്ലേ സ്കൂളിൽ ചിലപ്പോൾ ഇപ്രാവശ്യം തൊട്ട് വിട്ടു തുടങ്ങാൻ പ്ലാനുണ്ട്. അതുകൊണ്ട് ആമിക്കുട്ടൻ ഒരു ബാഗ് വാങ്ങിച്ചു. പ്ലേ സ്കൂളിൽ നിന്നൊക്കെ ബാഗ് തരുമോ എന്നല്ല. കേശുവിനെ ഞങ്ങൾ വിട്ട പ്ലേ സ്കൂളിൽ ബാഗ് അവിടെ നിന്ന് തന്നെ തരുമെന്ന് അവരുടെ ഫീസിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വേറൊരു പ്ലേ സ്കൂളിൽ വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ബാഗ് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും ഈ ബാഗ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ട് തോന്നി. എന്നിട്ട് നല്ല ഇങ്ങനെ ഫ്ലഫി ആകുന്ന ബാഗായിരിക്കും, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു ബാഗാണ്. അവൾക്കും കണ്ടപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. ഇത് ഡൈനോസർ അല്ലേ, ഡൈനോസറിൻ്റെ ഒരു പടമൊക്കെ വെച്ചിട്ട് ഹാപ്പി എന്നൊക്കെ എഴുതിയൊരു മോഡലാണ്. ഒറ്റ ഉറയുള്ളൂ കേട്ടോ, ഒരു കറളിയേ ഉള്ളൂ. പിന്നെ അവർക്കത് മതിയല്ലോ, ഒരു സ്നാക്സ് ബോക്സും റുക്കൊന്നും കൊണ്ടുപോകാൻ സാധ്യതയില്ല പ്ലേ സ്കൂളിൽ. സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ വെക്കാനായിട്ട് മാത്രമായിട്ടൊരു ബാഗ്, അത്യാവശ്യം നല്ല ബാഗ്. അവർക്ക് പുറത്തത് കിടക്കുന്നുമുണ്ട്, ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പോകാത്തതുകൊണ്ട്. അപ്പം ഇതൊരെണ്ണം വാങ്ങിച്ചു. ഇതിന് വലിയ വിലയൊന്നും, ഇതിൻ്റെ പ്രൈസ് ടാഗ് പറഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം 300-400 ആ റേഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ആമിക്കുട്ടൻ്റെ ബാഗ്. അപ്പോൾ സ്കൂൾ ഐറ്റം ഒക്കെ ഒരുവിധം കഴിഞ്ഞു. ബുക്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണല്ലോ പർച്ചേസ് ചെയ്ത്. പിന്നെ ഞങ്ങൾ ഉടുപ്പി അമ്പലത്തിൽ പോയിരുന്നു. ഉടുപ്പി ശ്രീകൃഷ്ണൻ്റെ അമ്പലം ആയതുകൊണ്ട് അവിടെ ഓടക്കുഴലാണല്ലോ സ്പെഷ്യൽ. അപ്പം കുറേ ഓടക്കുഴൽ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു അത്യാവശ്യം വലിയൊരു ഓടക്കുഴൽ. ഇത് കേശുവിന് ഇഷ്ടപ്പെട്ടു. ഇതിന് 30 രൂപയുള്ളൂ കേട്ടോ. നമ്മുടെ ബാമ്പു ട്രീയുടെ മുള കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നൊരു ഇതാണ്, ഓടക്കുഴലാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. ഇത് 30 രൂപയുടെയാണ്. അടുത്തത് ഞങ്ങൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അവിടുന്ന് ഉണ്ടായി ഇങ്ങനത്തെ സാധനങ്ങൾ. ഇത് ഞങ്ങൾ കൊണ്ട് മൈസൂരിൽ പോയപ്പോഴും കണ്ടായിരുന്നു. മൈസൂരിൽ പോയപ്പോൾ ഇതിൻ്റെ വലിയൊരു ബോക്സ് മേടിച്ചായിരുന്നു, നമുക്ക് മാലയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ രീതിയിൽ. ഇതിപ്പം അത്രയും വലിയ ഒരെണ്ണം വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മീഡിയം സൈസ് ഉണ്ട്. ഇതിൻ്റെ ചെറിയ സൈസ് തൊട്ടുണ്ട് കേട്ടോ, ചെറിയ സൈസ് തൊട്ട് നല്ല വലിയ സൈസ് വരെ ഉണ്ട്. അപ്പോൾ ഇതൊരു നമുക്ക് ഗോൾഡൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ സാധനമാണ്. ഇതിപ്പോൾ വളയൊക്കെ ഇട്ട്, ഇതിപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് ഇത് തുറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കത് ഇതുപോലത്തെ ഉള്ളിലിങ്ങനെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സോഫ്റ്റ് മറ്റേ ഒരു റെഡ് കളറുള്ള മെറ്റീരിയലായിരിക്കും ഇതിനകത്ത്. ഇതിങ്ങനെ നമുക്കൊരു നമുക്ക് വേണമെങ്കിൽ ചെറിയ ലോക്ക് മേടിച്ചിട്ട്, അവിടെ ചെറിയ ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ബുദ്ധി പോയില്ല മേടിക്കുക, ലോക്ക് കൂടെ അങ്ങ് ഒന്നിച്ച് മേടിക്കാം. ഇതിന് എന്തെങ്കിലും വേറെ ഇവിടുന്ന് വെളിയിൽ നിന്ന് എവിടെന്നെങ്കിലും ഇതിന് പറ്റിയ രീതിയിലുള്ള ഒരു ചെറിയ ലോക്ക് നമുക്ക് മേടിക്കാം. എന്നിട്ട് ഇത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതിലേക്ക് ആക്ച്വലി സ്വർണ്ണമൊന്നും ഇട്ട് വെച്ച് വെക്കാനല്ലേ ഇത് മേടിച്ച്, നമുക്ക് സ്വർണ്ണം ഇട്ടേണ്ടവർക്ക് അങ്ങനെ വെക്കാം. നമുക്കിതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു സാധനം ഇങ്ങനെ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാൻ എന്ന് വെച്ച രീതിക്ക്. പിന്നെ നമ്മൾ ഉടുപ്പി കൃഷ്ണൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ സാധനം കേശുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ചു കേട്ടോ. ഒരു ഊഞ്ഞാലാടുന്ന ഒരു കൃഷ്ണനെ. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇസ്കോണിൽ പോയായിരുന്നു, ബാംഗ്ലൂരിൽ പോയപ്പോൾ. അപ്പോഴും ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ചു. അതേ വിലയൊക്കെ തന്നെയാണ് ഇവിടെ, 60 റുപ്പീസ് എന്തോ. ഇത് പക്ഷേ എനിക്ക് അന്ന് അത് കേശുവിൻ്റെ റൂമിലോട്ട് വെക്കാൻ സ്പെഷ്യലായിട്ട് എടുത്തു. ഇതിപ്പോൾ ഞങ്ങൾ ജനറലായിട്ട് ഇതൊരു സാധനം ഇത് ഇരിക്കും കേട്ടോ. ഇതിപ്പോൾ ഈ മെത്തയിലായതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇരിക്കാത്തത്. ഇപ്പോൾ ഈ ഒരു സാധനം മേടിച്ചു. പിന്നെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഈ രൂപത്തിലാണ് ഉടുപ്പിയിൽ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ വെളിയിലൊന്നും നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ അമ്പലങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു ശ്രീകൃഷ്ണനല്ല അവിടെ. അപ്പം ഈ ഒരു ശ്രീകൃഷ്ണൻ്റെ ഒരു മാഗ്നറ്റ് മേടിച്ചു. ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് കൃഷ്ണൻ്റെ രൂപത്തിലുള്ള. പിന്നെ ഐ ലവ് ഉടുപ്പി എന്ന് എഴുതിയൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. പിന്നെ ഇത് നമുക്ക് ആ ഉടുപ്പി അമ്പലത്തിൻ്റെ സ്ട്രക്ചറുള്ള ഒരു പോലത്തെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റാണ് ഇത്. പിന്നെ ഇതുപോലെ തന്നെ ഓരോന്നും കൂടെ നമുക്ക് വീട്ടിലേക്കൂടെ പേരൻസിന് കൊടുക്കാനായിട്ടും ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ടും ഒക്കെ കുറച്ച് അതുപോലത്തെ 2-3 എണ്ണം മേടിച്ചു. അപ്പോൾ അത്രയും ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചു. പിന്നെ ഒരു ബെല്ല് തന്നെ, ഈ ബെല്ല് എനിക്കിത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ബെല്ല് നമ്മൾ മേടിച്ചു. ഈ ബെല്ല് കണ്ട ഒരു മയിലിൻ്റെ സ്ട്രക്ചറാണ്. കേശു ഇത് നല്ലോണം ഒന്ന് പിടിച്ച് തന്നേടെ ഈ ബെല്ല്. ഇങ്ങനെയാണ് ഞാൻ മണി നമുക്കൊരു ജസ്റ്റ് നമുക്കിത് ചൈനീസ് ബെല്ല് പോലെ നമുക്ക് ബെല്ലൊക്കെ തൂക്കിയെടുത്ത് പിടിക്കുമ്പോൾ തന്നെ നല്ല ശബ്ദം കേൾക്കുന്നത്. മേളിൽ ഇങ്ങനെ ഒരു മണിയുടെ ഡിസൈനായിട്ട് ഒരു പീക്കോക്കിൻ്റെ ഡിസൈന്, താഴെ ഇങ്ങനെ ബെല്ലുകൾ പോലെ നല്ല ഒരു ബ്ലൂ കളറ്. അപ്പോൾ ഇത് ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ സ്വന്തം ഉറി ഒന്ന് എടുത്ത് കാണിച്ചേ കേശു. ഇത് നമ്മൾ ചുമ്മാ അതിൻ്റെ വീട്ടിൽ തൂക്കിയിടാനായിട്ട് ഒരു ഉറി മേടിച്ചാണ്. ഇങ്ങനത്തെ 2 എണ്ണം മേടിച്ചു. പല പല കളറിലുണ്ട്. ഞാനിങ്ങനെ സിൽവർ കളറിൽ എടുത്ത്, പിന്നെ ഗോൾഡ് ഉണ്ട്, ബ്ലൂ ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉറി നാളെ നമുക്ക് തൂക്കണം വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഉറി മേടിച്ചു. പിന്നെ മൈസൂർ മസാല കേട്ടോ. ഇത് മൈസൂരിൽ തന്നെ മൈസൂറിൻ്റെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആണെന്നാണ് അവർ പറഞ്ഞത്. മൈസൂറല്ല, സോറി, ഉടുപ്പിയാണ്. ഉടുപ്പിയിലെ ഹോം മെയ്ഡ് മേലും സാമ്പാർ പൗഡർ, ഉടുപ്പി സാമ്പാറും ഉടുപ്പി രസ പൗഡർ. ഇതൊന്ന് വെച്ച് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്. 150 റുപ്പീസാണ് ഈച്ച്. വെച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ വലിയ ഹസ്ബൻഡ് പറഞ്ഞ് ഉടുപ്പി രസം സാമ്പാറൊക്കെ ഫേമസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, മേടിച്ചതാണ്. അപ്പോൾ അത് വാങ്ങിച്ചു.
ഞങ്ങൾ മൂകാംബികയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് കാണിക്കുന്നത്. ഇത് ഞങ്ങൾ ഗണപതി ഇത് ചകിരി പോലത്തെ എന്തോ സാധനത്തിലുണ്ടാക്കിയത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പം ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് എത്രയോ 120 റുപ്പീസാണ്. ഇതിൻ്റെ വലുത് തൊട്ട് ചെറുത് തൊട്ട് വലുത് വരെ നല്ല സൈസുള്ളത് വരെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 2 മീഡിയം സൈസ്, ഇതിൻ്റെയും കുഞ്ഞത് ഒത്തിരി ഉണ്ട്, 2 മീഡിയം സൈസ് ഗണപതിയെ വാങ്ങിച്ചു. പിന്നെ ഇത് കണ്ടു, ഇത് ആദ്യോഗി. എനിക്ക് അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഒരു ചെറിയ ആദ്യോഗിയെ മേടിച്ചതേ ഉള്ളൂ. ആദ്യോഗിയിൽ ഇനിയും പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് ആദ്യോഗിയുടെ വലിയതൊക്കെ സ്റ്റാച്ചു ഒക്കെ മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു കുഞ്ഞൊരെണ്ണം, ഇത് കാറിനകത്ത് വെക്കാൻ മേടിച്ചത്. അതുകൊണ്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പൊക്കെ ഒട്ടിച്ചാണ് നമ്മൾ കടയിൽ നിന്ന് തന്നെ മേടിച്ചത്. ഇതും കാറിലിടാൻ തൂക്കിയിടാനാണ്. നമ്മുടെ കാറിലെ ഹാങ്ങി, അത് മൂകാംബിക ദേവിയുടെ വെച്ചിട്ടുള്ളൊരു കാറിലെ ഹാങ്ങി ഒരു സൈഡിൽ ഗണപതിയായിട്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഫ്രിഡ്ജ് വാങ്ങിയത് ആസ് യൂഷ്വൽ എല്ലാവരും മേടിക്കുന്ന പോലെ ദേവിയുടെ തന്നെ ഒരു വലുതും ഒരു ചെറുതുമായിട്ടുള്ള ചെറിയ 2 ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഒന്നിന് എത്രയാണ് വില, എൻ്റെ വില എനിക്കറിയില്ല. ഇതിന് വലുതിന് 80 റുപ്പീസും ചെറുതിന് 40 റുപ്പീസുമാണ്. പിന്നെ കുറച്ച് കമ്മലുകളും, പിന്നെ നമ്മുടെ മൂകാംബിക ദേവിയുടെ പ്രസാദവും, ലഡു, വലിയ ലഡുവിനൊക്കെ 50 രൂപ. പിന്നെ അവിടുത്തെ പായസം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് പിന്നെ മൂകാംബികയിൽ നിന്ന് മേടിച്ചത്. അതുപോലെ തന്നെ ഉടുപ്പിയിൽ നിന്ന് നമ്മൾ അവിടുത്തെ ലഡുവും അവിടുത്തെ ഒരു പാക്കറ്റ് പ്രസാദമുണ്ട്. ലഡു മാത്രമായിട്ട് മേടിക്കണേ 50 റുപ്പീസ്. പിന്നെ നമ്മളങ്ങനെ ഒരു സെറ്റായിട്ട് മേടിച്ചു. സെറ്റിനകത്ത് ലഡുവും പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ ഡിഫറെൻറ്റ് ഐറ്റംസ് കിട്ടും. അങ്ങനെ ഒരു 4 ഐറ്റം ഉണ്ട്. അതിന് 120 റുപ്പീസ്. അതിൻ്റെ ഒരു പാക്കറ്റ് ഇവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കട്ടെ, ഉണ്ടെങ്കിൽ അതിലെന്തൊക്കെയുണ്ടെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം അത് കഴിഞ്ഞ് ഉടുപ്പിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത്, ഞങ്ങൾ അവിടുത്തെ നമ്മുടെ കുടക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മൾ നമ്മുടെ ബീച്ചിൽ, നമ്മുടെ മാൽപ്പേ ബീച്ചും സെൻറ്റ് മേരീസ് ഐലൻഡിലും പോയി. അതിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി കാണിക്കാം. ബീച്ചിൽ നമ്മൾ പോയി കഴിഞ്ഞപ്പം അതിൻ്റെ സൈഡിലായിട്ട് നിറയെ കടകളൊക്കെ ഉണ്ട്. ആ കടകളിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ ഡ്രസ്സിനൊക്കെയുള്ള നല്ല ഓപ്ഷൻ ഉണ്ട്. കേശുവിന് നമുക്ക് ബീച്ച് വെയർ ആയിട്ട് ഒരു ഡ്രസ്സ് മേടിച്ച് ഇങ്ങനെ സെറ്റായിട്ട് പാൻറ്റല്ല ഷോർട്ട്സും ഷർട്ട്സുമായിട്ട് ഒരേ രീതിയിൽ ഒരേ കളറിൽ. അപ്പം അത് കേശു ഒരു വട്ടം ഇട്ട് കേട്ടോ, അതുകൊണ്ട് അത് ഇതിനകത്തിൽ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ ടർട്ടിൽസിനെയാണ്. പക്ഷേ ഇച്ചിരി കത്തി കേട്ടോ കൊടുത്തിട്ട്, കുഞ്ഞ് ടർട്ടിൽസ്. ഇത് ശരിക്കും ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് യൂസ് ചെയ്യാൻ മാഗ്നറ്റാണ്, പക്ഷേ ഇതിന് 100 രൂപയാണ്. പിന്നെ കേശുവിന് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട 3 കളറിലെ 3 വാങ്ങിച്ചു കൊടുത്തു. 3 300 രൂപ. പക്ഷേ നഷ്ടമായെന്ന് പിന്നെ തോന്നി. പിന്നെ പോട്ടെ, നമ്മളിപ്പോൾ ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാവരും അവരുടെ കൂടെ സന്തോഷം നോക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് 3 വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റാണ് വാങ്ങിച്ചത്. ഫ്രിഡ്ജ് മാഗ്നറ്റിനൊക്കെ അവിടെ കത്തി കേട്ടോ. ഇത് നമ്മളിങ്ങനെ മാൽപ്പേ ബീച്ചിൽ നിന്ന് എഴുതിയൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ്. പിന്നെ അതിൻ്റെ തന്നെ ഒരു ലവ് ഷേപ്പിൽ, ഇതൊക്കെ നമുക്ക് പേരൻസിനും ഫ്രണ്ട്സിനും കൊടുക്കാനായിട്ട് കുറച്ച് അധികം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ട്, ഇത് സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ, ഇത് മാപ്പിൾ ബീച്ചിൻ്റെ തന്നെ, പക്ഷേ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഉണ്ട്, സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ ഉടുപ്പി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ലവ് ഷേപ്പിലുള്ള ഒരെണ്ണം. ഇത് 3D കേട്ടോ, ഇത് 3D തൊടാൻ പറ്റും, നമുക്കിങ്ങനെ തൊടാൻ പറ്റിയത് 3D ആണ്. മറ്റേത് രണ്ടും അല്ല, ഇതൊക്കെ സാധാരണ 3Dക്ക് ഇച്ചിരി കാശ് കൂടുതലാണ്, മറ്റേതിന് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കുറവ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫ്രിഡ്ജ് മാഗ്നറ്റും ഒക്കെ ആയിട്ട് അവിടെ മാൽപ്പേ ബീച്ചിൽ നിന്ന് വാങ്ങിയത്. ഇത് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് മേടിച്ചതാണ്. ആ ബുദ്ധന്മാരുടെ സ്ഥലമാണ്, ആ ഒരു ടെമ്പിളാണ്. അവിടെ നിന്ന് മേടിച്ചൊരു ബെല്ലാണ്. ഭയങ്കര സൗണ്ട് ചെയ്യുന്നത്. അതെ, കേശു പറഞ്ഞ പോലെ ഞങ്ങളാണെങ്കിൽ നമ്മുടെ കൂർഗിൽ മടിക്കേരിയിൽ നിന്ന് ഏകദേശം കുറച്ച് പോകാനുണ്ട്. ഒരു കുശാൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ടിബറ്റിയൻ കമ്മ്യൂണിറ്റി ഉള്ളതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അവർക്ക് അവിടെ വലിയ അമ്പലമുണ്ട്, ഒരു ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ആ ഒരു മൊണാസ്ട്രി ഒക്കെ, ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിരുന്നു. അതൊരു സൂപ്പർ അമ്പലമാണ്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഇത് അവിടെ നിന്ന് മേടിച്ചൊരു ചൈനീസ് വിൻവെല്ലാണ്. ഇത് നല്ല ഇതുപോലത്തെ ഭയങ്കര വലിപ്പമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. 1000, 2000, 3000 ഒക്കെ വരെ റേഞ്ച് വരും. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ അത്രയും അങ്ങ് വലിയ റേഞ്ചിൽ പോകാതെ, ഇത് എത്രത്തിൻ്റെ അതിന് കറക്റ്റ് ഓർമ്മയില്ല, ഇതിൽ 1000-ന് താഴെയാണേ, 1000-ന് താഴെയുള്ളൊരു, പക്ഷെ നല്ല സൗണ്ടുള്ള നല്ലൊരു ബെല്ലാണ് ഇത്. അപ്പോൾ അവിടെ കുറച്ച് ഒത്തിരി ഷോപ്സ് ഉണ്ട് അവിടെ കേട്ടോ. അവിടെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പം എന്താ കേശുവിന് അവിടെ ഇഷ്ടപ്പെട്ട വേറൊരു സാധനമാണ് ഇത് കേട്ടോ. നേപ്പാളികൾ, അത് ടിബറ്റനാണ്. അവിടുത്തെ ഒരു സോഡ്. ഇത് ജസ്റ്റ് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കാം. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് മേടിച്ചത്. അതൊന്ന് അകത്തോട്ട് കയറ്റി കാണിച്ച് ചേച്ചിത്. ഇതാണ് കറക്റ്റ് ഇതിനൊക്കെ അകത്തോട്ട് കയറ്റി ചെയ്ത്. കുറച്ചുകൂടെ അകത്തോട്ട് കയറുമായിരുന്നു മേടിച്ചപ്പോഴും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇത് ഇത്രേ കയറുന്നുള്ളൂ. പക്ഷെ നമ്മളെന്തെങ്കിലും നൂത്താണല്ലോ ഇത് വെക്കാൻ പോകുന്നത്. അപ്പം അതൊരു സോഡ്. പിന്നെ എന്നിട്ട് ഈ സാധനം കേട്ടോ, ഇത് നമ്മുടെ മറ്റേ അശോക സ്തംഭം. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എങ്ങും കണ്ടിട്ടില്ല അശോക സ്തംഭം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. നമ്മുടെ സത്യമേവ ജയതെന്നൊക്കെ എഴുതി നമ്മുടെ അശോക സ്തംഭം. ഏകദേശം ഇതൊന്നും നല്ലോണം കാണിച്ചു, അമ്മ കാണിച്ചിട്ട് കാണുന്നില്ല. അതാണ് ഇതേ അശോക സ്തംഭം. ഇത് ഞാൻ മേടിച്ചത് വുഡിലുണ്ടാക്കിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊരു അവിടെ നമ്മൾ മേടിച്ചതാണ്.
പിന്നെ ഇത് എന്തോ സംഭവം എന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല. എനിക്ക് എന്ത് ഇതിനകത്ത് സാധനം ഇടും, എന്നിട്ട് അത് തീ എത്തപ്പോ പുകയൊക്കെ ഇതിലേക്കൂടെ ഇങ്ങനെ വരും. അങ്ങനെ അത് ടിബറ്റൻ ബുദ്ധന്മാർ ഉപയോഗിക്കുന്നത് അല്ലേ. സാധനം എനിക്ക് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചു. ഇതൊന്നും ഇനി നമുക്ക് വേറെ എങ്ങനെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അവിടെയാണ് കാണുന്നത്. അപ്പോൾ അതൊരു സംഭവം അവിടെ നിന്ന് മേടിച്ചു. ഇച്ചിരി കത്തിയാണ് കേട്ടോ. ഇവിടെ കുറേ കട കൊണ്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ മേടിച്ച കട ഞങ്ങൾ ആദ്യം കണ്ട ഷോപ്പിൽ നിന്ന് മേടിച്ചു. ഇച്ചിരി കത്തിയായിരുന്നു. അവിടെ ബാർഗെയിനിങ് ഒന്നും പറ്റില്ല. എന്നിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ കുറേ കടകളുണ്ടായിരുന്നു. അവിടെ ഇച്ചിരി ബാർഗെയിനൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇത് കുറേ നാളായിട്ട് നമ്മൾ കാണുന്നില്ല, നമ്മുടെ കാണണ്ട കേൾക്കണ്ട മിണ്ടണ്ട സാധനം. അത് 3 എണ്ണം മേടിച്ചു കേട്ടോ. അത് പിന്നെയാണ് ഞാൻ 4 എണ്ണം ഉണ്ടെന്ന് എവിടെയോ കണ്ടത്. പക്ഷേ ഞാൻ 3 എണ്ണം മാത്രമേ മേടിച്ചുള്ളൂ. അപ്പോൾ അത് അവരെന്നെ പറഞ്ഞതും ഇല്ല. ഫസ്റ്റ് കടയിൽ നിന്ന് മേടിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു. അവന്മാരെന്നാൽ ഇതിന് ഒരു സെറ്റ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇതെല്ലാം മേടിച്ച് വന്ന് വെളിയിട്ടപ്പോൾ ആ കടക്കാരൊക്കെ പറഞ്ഞു 4 എണ്ണമായിട്ട് ഒരു സെറ്റായിട്ടാണ് വിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്കത് 4 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ ഓൾറെഡി ഇത് 3 എണ്ണം ഞങ്ങൾ എടുത്തു, കാശും പേ ചെയ്തുകൊണ്ട് പിന്നെ ആ 4 എണ്ണമുള്ള സെറ്റ് മേടിക്കാൻ നിന്നില്ല. പക്ഷേ ആദ്യത്തെ കടക്കാർ പറ്റിച്ചെന്നപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി. നല്ല കാശും എടുത്തായിരുന്നു അവന്മാർ ഇതിന്. പിന്നെ അവിടുന്ന് 2-3 ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇപ്പോൾ ഞങ്ങൾക്കൊരു ക്രേസാണ് കേട്ടോ. ഞങ്ങൾ പോയ സ്ഥലങ്ങളുടെ എല്ലാം എത്ര വെറൈറ്റിയുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റും കളക്ട് ചെയ്യുന്നത്. ഇതാ നമ്മുടെ ഞാൻ പറഞ്ഞ മൊണാസ്ട്രിയിൽ അതിൻ്റെ ശരിക്കുള്ള രൂപമാണ്. ഇങ്ങനത്തെ ഒരു ഫോട്ടോയുടെ ഉൾപ്പെടെയാണ് ആ മൊണാസ്ട്രി അവിടെ ഇരിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാഗ്നറ്റ് മേടിച്ചു. പിന്നെ ഒരു 3D ഒരു മോങ്കിൻ്റെ ഒക്കെ ഇത് വെച്ചിട്ട് ഒരു 3D എഫക്റ്റ് ഉള്ള ഒരു 3D അല്ലേ 3D ഉള്ള ഒരു സംഭവം 3D ഫ്രിഡ്ജ് മാഗ്നറ്റും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് ഞങ്ങളുടെ കാറിൽ ഞങ്ങൾ നേരത്തെ മണാലി പോയപ്പോൾ മേടിച്ചൊരെണ്ണമുണ്ട്. പക്ഷേ അത് ഇച്ചിരി ചെറുതാണ്, കുറച്ച് കാലവുമായി. അതുകൊണ്ട് ഞങ്ങൾ പുതിയതായിട്ടൊരു ടിബറ്റൻ ഫ്ലാഗ് മേടിച്ചു. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ടിബറ്റൻ ഫ്ലാഗ്. പിന്നെ ഈ ഒരു സംഭവം ഇത് വുഡിൽ മേഡ് ചെയ്തതാണ്. ഇടി നമ്മൾ സാധാരണ കല്ലിലൊക്കെയാണല്ലോ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വുഡൻ്റെ ഒരെണ്ണം കണ്ടപ്പം അത് മേടിച്ചു അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ മേടിച്ച ഈ ബുദ്ധനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ 2 ബുദ്ധനെ മേടിച്ചു അവിടെ നിന്ന്. വലിയ ബുദ്ധൻ ഉൾപ്പെടെ ഉണ്ട്. ഞങ്ങൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയ ബുദ്ധൻ. ഇത് എന്തിൻ്റെ സാധനമായിരുന്നടാ? എന്തിൻ്റെ സാധനമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. ഇത് ഇതിൻ്റെ അടപ്പായിരുന്നു കേട്ടോ. അതങ്ങനെ അടച്ചു വെക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പം അത് മറ്റേ മുമ്പ് കാണിക്കാൻ മിസ്സായതാണ്. കണ്ട ഇതാണ്. അപ്പോൾ എൻ്റെ കംപ്ലീറ്റ് പീസ് മുമ്പേ അത് മിസ്സായി പോയി. ഇപ്പോൾ കണ്ടപ്പോൾ ഇത് എന്തിൻ്റെ പീസാണ് അത് ഞങ്ങൾക്ക് നല്ല മനസ്സിലായില്ല. അപ്പോൾ ഇത് പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. കാണാൻ മൊത്തത്തിൽ ഒരു സംഭവം. എനിക്കിങ്ങനെ വുഡൻ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി വലിയ വുഡൻ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ വലുതൊക്കെ പിന്നെ കളക്ട് ചെയ്യും. ഇപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ വുഡൻ സാധനങ്ങളൊക്കെ ഞങ്ങൾ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കി. പിന്നെ ഈ ബാഗ് കേട്ടോ. ഈ ബാഗിന് കത്തിയാണെന്ന് എനിക്കറിയത്തില്ല. 250 റുപ്പീസാണ് പറഞ്ഞത്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെയൊക്കെ എല്ലായിടത്തും കാണുമായിരിക്കും. പക്ഷേ എന്നിട്ടൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇത് അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മേടിച്ചു. സ്ലിംഗ് ബാഗാണ്. വലിയ സാധനങ്ങളൊന്നും ജസ്റ്റ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കോയിൻസോ എന്തെങ്കിലും ക്യാഷുകളോ മാത്രം ഒക്കെ ഇട്ടുകൊണ്ട് പോകാം. ഒരു ഫോണും ഇടാമായിരിക്കും എനിക്ക് തോന്നുന്നു. വെയിറ്റ് താങ്ങുമായിരിക്കും. കാരണം വള്ളി കണ്ടില്ലേ, ഭയങ്കര കനം കുറഞ്ഞ വള്ളിയാണ്. ഒരു ഫോണിൻ്റെ വെയിറ്റ് എന്തായാലും താങ്ങുമായിരിക്കും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവൻ്റെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇങ്ങനെ റൂമിൽ തന്നെ വെച്ചാൽ ഒരു ഭംഗി കിട്ടുമല്ലോ എന്ന് വെച്ചുകൊണ്ട് ഈ ഒരു ബാഗ് വാങ്ങിച്ചു. പിന്നെ ഒരു ബാഗ് കൂടെ മേടിച്ചൊരു ക്ലോത്ത് ബാഗ്. ഇത് ഈ ഒരു ക്ലോത്ത് ബാഗ് ഈ ക്ലോത്ത് ബാഗ് ഒന്ന് എടുത്ത് വെച്ചു. ഇതൊരു സ്ലിംഗ് ബാഗ് കേട്ടോ. ഇതൊരു ക്ലോത്ത് ബാഗാണ്. എനിക്ക് ഇങ്ങനത്തെ ക്ലോത്ത് ബാഗുകളൊക്കെ ഭയങ്കര. ഞാൻ സാധാരണ ഇങ്ങനത്തെ ബാഗ് എനിക്ക് ഉണ്ട്, പക്ഷേ ഇത് ഇച്ചിരി വലുതാണ്. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി തുണിയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പോകാൻ പറ്റും. ഇതാണ് ജസ്റ്റ് നമുക്കിത് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ക്ലോത്ത് മോഡൽ ബാഗ്. 2 ഒറയുണ്ട് അതേ. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ബാഗൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് കുറേ ഹാൻഡ് ബാഗ്സ് ഉണ്ട്. ഇങ്ങനെ മേടിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ ഞാൻ എല്ലായിടത്തും മുമ്പ് ഒരെണ്ണം പോയിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷേ ഒത്തിരി ഹാൻഡ് ബാഗ്സ് ഉണ്ട്. അതൊക്കെ പിന്നെ ഇത് കുറേ നാളായിട്ട് കുറേ എടുത്ത് കാണുമ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഇത് തൂവലാണ്, നാച്ചുറൽ ഫെദറാണ് ഇത്. അപ്പം സീരിയലിലെ ചില വീടുകളിലൊക്കെ തൂക്കിയിട്ട് കാണുമെന്നൊക്കെ അമ്മ പറയാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നമ്മൾ കുറേ സ്ഥലത്തൊക്കെ പോകുമ്പോൾ വേണമെന്നൊക്കെ ഇത് ഇച്ചിരി കുരുങ്ങി കിടക്കുക. ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ട് ഇത് കറക്റ്റ് ചെയ്യണം. കളറിലെ ഒരു ഹാങ് ചെയ്ത് റൂമിലൊക്കെ തൂക്കിടാൻ പറ്റുന്ന സാധനം. ഇത് അമ്മയ്ക്കായിട്ട് വാങ്ങിച്ചതാണ്. 150 റുപ്പീസാണ് ഇതിന്. പിന്നെ നമ്മളെന്താ മേടിച്ചത് അവിടെ നിന്ന്? പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് കുറച്ചൊക്കെ സാധനം മേടിച്ചു. പിന്നെ ഞങ്ങൾ കൂർഗ്, നമ്മുടെ മടിക്കേരി മെയിൻ സ്ഥലങ്ങളുണ്ട്. അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഇവിടെ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ എന്ത് കഴിച്ചു? നമ്മുടെ
അവിടുത്തെ ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത് കാണിക്കുന്നത് ഇത് ഈ ഒരു ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇതിന് 350 റുപ്പീസാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ആൽമണ്ടൊക്കെ വെച്ച ചോക്ലേറ്റ്. ആ ചോക്ലേറ്റ് മേടിക്കുമ്പോൾ 2 സാധാരണ ചോക്ലേറ്റ്സ് ഹോം മെയ്ഡ് എന്ന് വെച്ചാൽ ഈ ആൽമണ്ടും ഡാർക്ക് ചോക്ലേറ്റ് 2 ഡാർക്ക് ചോക്ലേറ്റ് പാക്കറ്റ് ഫ്രീ കിട്ടിയായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ് ആണ്, 2 ഡാർക്ക് ചോക്ലേറ്റ് 350 റുപ്പീസിൻ്റെ ഒരു മറ്റേ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച ഒരു പാക്കറ്റ് ഇങ്ങനത്തെ ചോക്ലേറ്റ് മേടിക്കുമ്പോൾ 2 ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റും ഫ്രീ ഉണ്ടായിരുന്നു. പിന്നെ ഈ ചോക്ലേറ്റ് ഞങ്ങൾ മേടിച്ചാണ് ഒരു പാക്കറ്റ് 50 റുപ്പീസേ ഉള്ളൂ, നിറച്ചും ഉണ്ടായിരുന്നു. ഇതിനകത്തിൽ എന്താ വെച്ചിരിക്കുന്നത് നമ്മുടെ പീനട്ട് വെച്ചിട്ട് എന്നിട്ട് വെളിയിൽ നിന്ന് കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, 50 രൂപയുള്ളൂ. പക്ഷേ നിറച്ചും കിട്ടി, പീനട്ടാക്കുമ്പോൾ എന്തെങ്കിലും ഗുണമുള്ള സാധനമാണല്ലോ. അപ്പോൾ അത് പിന്നെ കൂർഗ് സ്പെഷ്യൽ ഫോർ കോഫിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, കോഫി പ്ലാന്റേഷൻ്റെ നാടാണല്ലോ കൂർഗ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കോഫി പൗഡറൊക്കെ മേടിച്ചു കേട്ടോ. ഫിൽറ്റർ കോഫി 2 എണ്ണം മേടിച്ചു, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് കോഫിയും 2 എണ്ണം മേടിച്ചു. ഇൻസ്റ്റൻറ്റ് കോഫിക്ക് 350യും ഫിൽറ്റർ കോഫിക്ക് 250 പ്രൈസ്. പിന്നെ നമ്മുടെ കൂർഗിൻ്റെ ഇതുപോലെ തന്നെ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഐ ലവ് കൂർഗ് എന്ന് എഴുതിയത്. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഇങ്ങനെ എഴുതി ഒരെണ്ണം കിട്ടി, അവിടെ കൂർഗ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ടിബറ്റിൻ്റെ ഫ്ലാഗും ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ കേശുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കേശുവിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ കേശുവിന് സ്പെഷ്യലായിട്ട് മേടിച്ചത് കേശു ഇപ്പോൾ കാണിക്കുവേ. കേശു ഇവിടെ നിന്ന് പറഞ്ഞിട്ടേ പോയതാണ് ഷൂ വേണമെന്ന്, സ്പോർട്സ് ഷൂ. കേശുവിനറി നമ്മൾ മടിക്കേരി കൂർഗിൻ്റെ പ്രധാന സെൻറ്റർ ആണല്ലോ മടിക്കേരി. ഞങ്ങൾ മടിക്കേരിയിലായിരുന്നു ഹോട്ടൽ എടുത്തിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു സാറ്റർഡേ ആയിരുന്നു ഞങ്ങൾ അവിടെ രാത്രി ഒന്ന് കറങ്ങിയപ്പം കുറേ കടകളൊക്കെ ഓപ്പണിങ്, കുറേ നല്ല രീതിയിലുള്ള ഓഫേഴ്സൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് സൺഡേ രാത്രിയിലാണ്. അപ്പം സൺഡേ രാത്രി ഇറങ്ങിയപ്പം ഞങ്ങൾ എത്തിയപ്പോഴത്തേനും 9 മണിയൊക്കെ കഴിഞ്ഞത്. പക്ഷേ കുറേ കടകളൊക്കെ അങ്ങ് അടച്ചു. അപ്പം ഞങ്ങൾ കണ്ടുവെച്ച കടകളൊക്കെ കുറേ അടഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം മടിക്കേരിയിൽ നിന്ന് ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു ഷോപ്പിംഗ് നടത്താൻ പറ്റിയില്ല. എന്തായാലും കേശുവിനെ ആഗ്രഹിച്ച പോലെ ഷൂ കിട്ടി. 2 ഷൂ മേടിച്ചിട്ടുണ്ട് കേശുവിന് കാണിച്ച്. ഇവിടെ നിന്ന് ഷൂ കിട്ടാത്തതുകൊണ്ടല്ല കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ച്. പക്ഷേ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പിള്ളേരുടെ ഒരു സന്തോഷം, വെളി ടൂറിനൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുന്നതും കൂടെ അവരുടെ സന്തോഷമാണല്ലോ. അപ്പം 2 ഷൂ കേശുവിന് 2 ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സ്പോർട്സ് ഷൂവും ഇതൊരു ജസ്റ്റ് ബൂട്ടും മോഡൽ കുറച്ച് മേലോട്ട് ഇങ്ങനെ ഇവിടെ ഒരു പൊക്കമുണ്ട്. അങ്ങനത്തെ 2 ഷൂ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിരുന്നു. എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല, അതൊക്കെ ഇട്ട് നോക്കുമ്പോഴേ അത് പിന്നെ ഇതൊന്നും സ്ഥിരം യൂസ് അല്ല, എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇടത്തുള്ളൂ. സ്കൂൾ ഷൂ ഒക്കെ ആണല്ലോ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് കാജു കൊണ്ട് ഉണ്ടാക്കിയൊരു സ്വീറ്റാണ്. കേശുവിന് ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു കാജു കട്ട്ലി എന്നാണ് ഇതിൻ്റെ പേര്. കാജു കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ എന്തായാലും ടേസ്റ്റി ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വീറ്റ്സ് കേശു തന്നെ പറഞ്ഞോ. കേശുവിന് കൈയിടുന്ന ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു മോതിരം കേട്ടോ. മോതിരത്തിന് 50 രൂപയാണ് ഒരു കുഞ്ഞു മോതിരത്തിന്. പിന്നെ ഇതൊരു പെന്നാണ്. പെന്നെന്ന് പറഞ്ഞാൽ ഇത് പറ്റിക്കലായിപ്പോൾ കേട്ടോ. മൾട്ടി കളർ പല കളറിൽ എഴുതാമെന്നാണ്. എഴുതി നോക്കിയിട്ട് തെളിയുമോന്നൊന്നും അറിയത്തില്ല, പൊട്ടിച്ചിട്ടില്ല പാക്കറ്റിൽ നിന്ന്. ഓൾറെഡി ഇതുപോലത്തെ ഉണ്ട്, പക്ഷേ അത് 10 രൂപയ്ക്ക് അങ്ങാണ്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മേടിച്ചു. ഇതിനിപ്പോൾ 75 രൂപയായി. പിന്നെ ഇതിന് പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ളൊരു കവറിങ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ 75 രൂപയാണ് സംഭവത്തിന്, നഷ്ടമാണ് പോട്ടെ. പിന്നെ ഇത് മൗത്ത് ഓർഗനാന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വർക്കാവുമോ? ഇത് മൗത്ത് ഓർഗൻ കേട്ടോ. കേശുവിന് ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻസിനോടൊക്കെ ഭയങ്കര താല്പര്യം. അപ്പം ഇത് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം, അപ്പം ഇച്ചിരി പെർഫെക്റ്റ് ആകുമായിരിക്കും കേശു. പിന്നെന്താ, പിന്നെ കേശുവിൻ്റെ യോയോ. നമ്മൾ ലെറ്റർ വെച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന മെയിനായിട്ട് എല്ലാവരും പറയുന്ന ഒരു വേർഡാണ് യോയോ. അതിപ്പോൾ കേശു നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ത്രെഡ് പൊട്ടിപ്പോയി. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊരു യോയോ, ഒത്തിരി നാൾ ശേഷമാണ് ഒരു യോയോ ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഈ ബൈക്ക് കേട്ടോ, ഇത് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയൊരു സൂപ്പർ ബൈക്കാണ്. നല്ല വെയിറ്റ് ചരിച്ച് വെച്ച് കേശു, നല്ല വെയിറ്റ് പോക്കാൻ പറ്റത്തില്ല. 1000 റുപ്പീസാണ് ഇതിന്. അപ്പം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ കേശുവിന് ബൈക്കും കാറും ഇങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര പ്രൈസ് ആയതുകൊണ്ട് കണ്ടപ്പോഴും എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പം 1000 റുപ്പീസാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തതാണേ. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം, വീട്ടിൽ വെക്കാമല്ലോ. അത് പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തൊന്നുമില്ല, നല്ല മെറ്റീരിയൽ ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ഫോഗിൻ്റെ സ്പ്രേ അന്ന് ഇവിടെ കിട്ടാത്തതല്ല കേട്ടോ. ഞങ്ങൾ പിന്നെ അവിടെ പോയപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കില്ല, എന്തെങ്കിലും ടൂറെന്ന് പറഞ്ഞ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ അവന് മേടിച്ച് കൊടുത്താണ്. പിന്നെ നാരങ്ങ മുട്ടായി അവൻ്റെ ഫേവറേറ്റ് 2 പാക്കറ്റ് മേടിച്ചായിരുന്നു. ഒരെണ്ണം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാറിൽ നിന്ന് എല്ലാവരും തിന്ന് തീർത്തു. അപ്പോൾ അതൊരെണ്ണം അവൻ സൂക്ഷിച്ച് വെച്ചാണ്, 2 പാക്കറ്റ് നാരങ്ങ മുട്ടായി. പിന്നെ അവൻ്റെ യൂഷ്വൽ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഫേവറേറ്റ് കളക്ഷൻ ഡൈകാസ്റ്റ് കാറുകൾ, അങ്ങനത്തെ 2 എണ്ണം മേടിച്ചു. നാരങ്ങ മുട്ടായുടെ സെക്ഷൻ ഡൈകാസ്റ്റ് കാർ. മറ്റേ ഡൈകാസ്റ്റ് കൂടെ എടുത്ത കേസ് 2 ഡൈകാസ്റ്റ് കേസിന്. ഇത് ഏതൊക്കെ മോഡലാണെന്ന് കേസ് തന്നെ പറഞ്ഞു. ഡൈകാസ്റ്റ് മോഡൽ
ഫോക്സ് വാഗൻ വീറ്റിലും BMW രണ്ട് കാർ, ഒരു സ്കെയിൽ മോഡൽ കാർ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതെന്ത്? ഒരു സ്കെയിൽ മോഡൽ കാർ കൂടെ ഉണ്ട്. അങ്ങനെ മൂന്ന് കാർ എന്ന് പറയാം അവന് വാങ്ങിച്ചതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളക്ഷനാണ് കാർ. കേശുവിൻ്റെ കാർ കളക്ഷൻ എല്ലാം വെച്ച് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. എല്ലാം ഇങ്ങനെ ഡൈകാസ്റ്റ് കാറുകളാണ് അവൻ കൂടുതൽ താല്പര്യം. മെറ്റൽ കാറുകൾ അല്ലാതെ ഇങ്ങനെ അവന് മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക് കാറുകളൊന്നും അങ്ങനെ കേശു വലുതായിട്ട് ഇപ്പം മേടിക്കാതെ, കുഞ്ഞിലേ മേടിച്ചിട്ടുണ്ട്. കേശുവിന് ഒരുവിധം ഇതായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഡൈകാസ്റ്റ് കാറുകളാണ് അവനെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്. അവന് അതാണ് ഇഷ്ടം. പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാർട്ടൂൺ ഒക്കെയാണ് ഈ കാർട്ടൂൺ അല്ല, ഞാൻ മിസ് മാർവലിൻ്റെ ആയിരിക്കും. മാർവലല്ലേ? മാർവൽ കാർട്ടൂണാണെന്നാണ് ഞാൻ ഇത്. മാർവലൊക്കെ ഇവൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ്. അതിൻ്റെ തന്നെ ഒരു ക്യാപ്പ് കിട്ടിയപ്പോൾ അതെടുത്ത്. പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് യെല്ലോ ആൻഡ് റെഡ്. പിന്നെ ആ ക്രയോൺ, ഇതൊരു സ്കൂളായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മേടിച്ചാണ് ക്രയോൺസ്. എല്ലാ പ്രാവശ്യവും വേണമല്ലോ, എല്ലാ പ്രാവശ്യവും ഓരോ പാക്കറ്റല്ല ഒത്തിരി പാക്കറ്റ് ക്രയോൺ. കാരണം ക്രയോൺ പെട്ടെന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കത്തില്ല. ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ ക്രയോൺ എൻ്റെ മറ്റേ യെല്ലോ ക്രയോൺ ഒടിഞ്ഞു പോയാൽ 100 കൂടെ വേണം നമ്മുടെ അറാൻ പറ്റും. ഇവിടെ ക്രയോണുകളുടെ മേളമാണ് ഇവിടെ. കാരണം പെട്ടെന്ന് ഒടിഞ്ഞു പോകും, അതുകൊണ്ട് നമുക്ക് മേടിച്ച് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഒടിഞ്ഞൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചെറിയ പീസ് കൊണ്ട് വരയ്ക്കാനൊക്കെ പിള്ളേർക്ക് പാടുമായിരിക്കുമല്ലോ. പിന്നെ കേശുവിന് നെയ്മറിൻ്റെ ഒരു ജേഴ്സിയും കൂടെ മേടിച്ചു. ഇച്ചിരി വലുതാണ്, പക്ഷെ അവന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നെയ്മർ ജൂനിയറിൻ്റെ ഒരു ജേഴ്സി കളക്ഷൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. മെസ്സി ആരാധകനാണ്. പക്ഷേ എല്ലാവരും ജേഴ്സി കളക്ഷൻ അവന് അങ്ങനെ ആരാധനയൊന്നും നോക്കത്തില്ല, എല്ലാവരെയും മേടിക്കാറുണ്ട്. അങ്ങനെ ഒരു ജേഴ്സി വാങ്ങിച്ചു. പിന്നെ കുറേ ഡ്രസ്സൊക്കെ മേടിച്ചു കേട്ടോ, അല്ലാതെ ഡിമാർട്ടിൽ നിന്നോ അല്ലാതെയൊക്കെ കുറേ പടിക്കേരിയിൽ നിന്നൊക്കെ കുറേ ഡ്രസ്സൊക്കെ മേടിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ നമ്മുടെ യൂഷ്വൽ സാധനമാണല്ലോ, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ഷോപ്പിംഗ്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. അതുണ്ട് ഇവിടെ കിടക്കുന്ന ഈ ബൂസ്റ്റിങ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. സോപ്പ്, മൈസൂർ സോപ്പ്, അതൊന്നും നമ്മളിപ്പം വലുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. ഇതെല്ലാം ഇനി അടുക്കി വെക്കണം. ഇപ്പം തന്നെ സമയം ഒത്തിരിയായി. ഈ റൂമിൽ അല്ലാതെ വേറെ വലിയ റൂമിലും ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ എല്ലാം ഇട്ടുണ്ട്. ഇതെല്ലാം ഇനിയൊന്ന് സെറ്റാക്കി വെക്കണം. അപ്പം എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുന്നതിന് മുമ്പ് ബാഗ് അൺപാക്ക് ചെയ്തപ്പോഴേ ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വെച്ചു. അപ്പം എല്ലാവർക്കും ബൈ. ആൺകുട്ടി ഉറങ്ങിയത് കൊണ്ട് വേറെ വീഡിയോ. ബൈ.